ഗുരു എണ്ണത്തിലേക്ക് സ്നേഹവന്ദനം. ദൈവം ഭൂമിയെ സ്നേഹിച്ചതുകൊണ്ട് കഥകളുണ്ടായെന്നൊരു ആഫ്രിക്കൻ പഴമൊഴിയുണ്ട്. ഒരു ദേശത്തിൻ്റെ സംസ്കാരം പഠിക്കുക, ചരിത്രം പഠിക്കുക എന്നതാണ് പ്രധാനമാണ്. ആ നാടിൻ്റെ കഥകൾ പഠിക്കുക. ബൈബിള് ഒരു പ്രത്യേക സംസ്കാരത്തിൻ്റെ ആ കഥകളുടെ സഞ്ചിത ഭാഷ്യമാണ്. നിറയെ കഥകളാണ്. അതും ഇങ്ങനെ അപകടം പിടിച്ച ചില കഥകളൊക്കെ ഉണ്ട്. നമ്മൾ വായിച്ചു കേൾക്കുന്ന കണക്ക് ആ നാത്താൻ്റെയൊക്കെ കഥ. ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാവിൻ്റെ അടുക്കൽ ചെന്നിട്ട് വളരെ നീചനായൊരു മനുഷ്യനെക്കുറിച്ച് ഒരു ദുഷ്ടകഥാപാത്രത്തേക്ക് ആധാരമാക്കി അയാൾ പറയുന്ന കഥയുടെ ഒടുവിൽ രാജാവിൻ്റെ ധർമ്മബോധം ഉണരുകയാണ്. അയാളിങ്ങനെ വളരെ വിളിക്കുകയാണ്, ആരാണ് ആ മനുഷ്യൻ? ആ മനുഷ്യനെ നിശ്ചയമായിട്ട് ജീവിക്കാനായിട്ട് അർഹതയില്ല. പെട്ടെന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നാത്താൻ്റെ ചൂണ്ടുവിരൽ ആ രാജാവിൻ്റെ നെഞ്ചിലേക്ക് നീളുകയാണ്. അയാൾ പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെയാണ്. പെട്ടെന്നിങ്ങനെ കേൾവിക്കാരെ കെണിയിലാക്കുന്ന, പ്രതികൂട്ടിലാക്കുന്ന വിധത്തിൽ അപകടകരമായ കഥകളുണ്ട് ഇതിനകത്ത്. മലയാളത്തിൽ സി ജെ തോമസിന് നല്ലൊരു നാടകമുണ്ട്, ആ മനുഷ്യൻ നീ തന്നെ എന്ന പേരിൽ. അപകടം പിടിച്ച കഥയുടെ കഥയാണ്. ആ പുതുനിയമത്തിലും ഈ ക്രിസ്തു ഈ കഥയുടെ സങ്കേതം നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആ കഥാപാരമ്പര്യത്തിൽ നിന്നാണ് ക്രിസ്തുവിൻ്റെ പാഠങ്ങൾ തന്നെ മുമ്പോട്ട് പോവുക. വളരെ വ്യക്തമായിട്ട് ആ സുവിശേഷം പറയുന്നുണ്ട്, കഥകളില്ലാതെ അവനൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ ക്രിസ്തു പറഞ്ഞ ഒരു ഉപമ, പാരബിളെന്ന് നമ്മൾ വിളിക്കുമ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ എങ്ങനെയാണ്? സ്റ്റോറി വിത്ത് ഡിവൈനേഴ്സ്. ദൈവിക മൂർച്ചയുള്ള ആ കഥകളുടെ പേരാണ് ഉപമകൾ. ക്രിസ്തു പറഞ്ഞ കഥകളിൽ ഏറ്റവും അപകടം പിടിച്ചൊരു കഥയെന്ന് പറയുന്ന ഒന്നിനെ ഒന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കും, വിശേഷിച്ചും ഈ നോമ്പ് കാലത്ത്. ഈ എന്തിനെ ഓർത്താണ് നമ്മൾ ഈ 50 ദിവസങ്ങൾ ധ്യാനിക്കുന്ന അതുമായിട്ട് തെല്ല് ബന്ധമുള്ള ഒരു കഥയാണിത്. ആ മുന്തിരിത്തോട്ടം പാട്ടക്കാരെ ഏൽപ്പിച്ചിട്ട് പോയ യജമാൻ്റെ കഥ. അതിനകത്ത് കുറേ അധികം സൂചനകളുണ്ട്, കുറേ അധികം വെളിപ്പെടുത്തലുകളുണ്ട്. ദൈവവുമായിട്ട് ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ, താൻ ആരാണെന്നുള്ള ക്രിസ്തുവിൻ്റെ വെളിപ്പെടുത്തൽ, പിന്നെ നമ്മളിലേക്ക് നീളുന്ന ഒരു ചൂണ്ടുവിരൽ. കഥ ഇങ്ങനെയാണ്. ഒരു യജമാനൻ നല്ലൊരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കുക, രൂപപ്പെടുത്തുക. അയാളതിന് കൃത്യമായിട്ട് വേലുകെട്ടി ചക്കു സ്ഥാപിച്ചു. ആരെങ്കിലും കവർച്ചക്കാരോ ഏതെങ്കിലും തരത്തിൽ അപകടമോ വരുക എന്നറിയാനായിട്ട് കൃത്യമായ വീക്ഷാഗോപുരങ്ങൾ സ്ഥാപിച്ചു. അങ്ങനെ വളരെ പ്രിവിലേജ് എന്ന് കരുതപ്പെടാവുന്ന ഒരു മുന്തിരിത്തോട്ടം. ഇത് കൃത്യമായിട്ട് ആ യഹൂദ സംസ്കാരത്തിൻ്റെ സൂചനയാണ്. എന്തായിരിക്കും ഈ വേലി എന്ന് പറയുന്നത്? അതിങ്ങനെ ആ കൽപ്പനകളുടെ വേലിയാണ്. ലോകത്ത് ഒരു ജനതയ്ക്കും ഇല്ലാത്ത വിധത്തിൽ വളരെ കൃത്യമായ, വളരെ മെറ്റിക്കുലസ് എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ആ കൽപ്പനകളും ചട്ടങ്ങളും ഉണ്ടായിരുന്ന സംസ്കാരമായിരുന്നു ആ പ്രത്യേക സംസ്കാരം. ഇപ്പോൾ എന്ത് ചെയ്യണം, എന്ത് പാടില്ല എന്നൊക്കെ പറയാനായിട്ടുള്ള കൽപ്പനകൾ. പിന്നെ ഈ പറയുന്ന ചക്കിൻ്റെ അർത്ഥം എന്താണ്? അതിങ്ങനെ ഈ പ്രത്യേക ദേശത്തെ ഭരിച്ച ന്യായാധിപന്മാരുടെ സൂചനയാണ്. ഓരോന്നും പിഴിഞ്ഞിട്ട് അതിനകത്തുനിന്ന് സത്ത കണ്ടെത്തുന്ന പ്രക്രിയയുടെ പേരാണല്ലോ ഈ ചക്കെന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് ഭരിച്ചിരുന്ന അവരുമായിട്ട് ബന്ധപ്പെട്ട. പിന്നെ ഈ വീക്ഷാഗോപുരങ്ങൾ എന്താണ്? ദൂരക്കാഴ്ച തരുന്നതാണ് വീക്ഷാഗോപുരങ്ങൾ. ഒരു സംസ്കാരത്തിൻ്റെ ഏറ്റവും നല്ല വീക്ഷാഗോപുരങ്ങളെന്ന് പറയുന്ന വാച്ച് ടവർ എന്ന് പറയുന്നത് ആ സംസ്കാരത്തിൽ രൂപപ്പെടുന്ന പ്രവാചകന്മാരാണ്. അവരാണ് ആസന്നമാകാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ചും സംഭവിക്കാൻ പോകുന്ന അപകടങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് കൃത്യമായ സൂചന തരിക. അപ്പോൾ അങ്ങനെ ഈ പ്രിവിലേജ്ഡായൊരു മുന്തിരിത്തോട്ടം, നിയമങ്ങൾ കൊണ്ട് വേലുകെട്ടി ന്യായാധിപന്മാരെ ചക്ക് സ്ഥാപിച്ച് പ്രവാചകന്മാരുടെ വീക്ഷാഗോപുരങ്ങളൊക്കെ ഉയർത്തിയിട്ടുള്ളൊരു മുന്തിരിത്തോട്ടം. എന്നിട്ട് അതിനെ ഏൽപ്പിച്ചിട്ട് അതിനെ പാട്ടക്കാർക്ക് ഏൽപ്പിച്ച് യജമാൻ ഒരു യാത്രയ്ക്ക് പോവുകയാണ്. യഥാസമയം വന്ന് വിളവെടുക്കാമെന്നുള്ള ഒരു ഉറപ്പോട് കൂടി. ഈ വിളവെടുപ്പിൻ്റെ കാലമായി കഴിയുമ്പോൾ ഓരോ പ്രാവശ്യവും തൻ്റെ ഭൃത്യരെ, തൻ്റെ സേവകരെ അയാൾ ഈ തോട്ടത്തിലേക്ക് വിടുകയാണ്. എന്നാൽ തങ്ങൾക്ക് ലഭിച്ച ആ പ്രിവിലേജിൻ്റെ മഹത്വം മനസ്സിലാക്കാത്തവർ, തങ്ങൾക്ക് ലഭിച്ച ആ സുഹൃതങ്ങളുടെ ആഴം മനസ്സിലാക്കാത്തവർ വളരെ ആസുരമാക്കി തങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കിയത് കൊണ്ട് നമ്മൾ വായിച്ചു കേൾക്കുന്നു, അവർ ഓരോ പ്രാവശ്യവും ഈ സേവകരെ കൊല്ലുകയാണ്. അങ്ങനെ കുറേ ആവർത്തി കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ യജമാനൻ വിചാരിക്കുകയാണ്, ഒരു പക്ഷേ ഇനി ഞാൻ എൻ്റെ അവസാനത്തെ തുറപ്പെടുക്കാൻ പോവുകയാണ്. അതെൻ്റെ മകനാണ്. അവന് നിശ്ചയമായിട്ട് അവർ ആദരിക്കും. കാരണം അവൻ എൻ്റെ തന്നെ ഭാഗമാണ്, അവൻ എന്നെ തന്നെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അയാൾ വലിയ പ്രത്യാശയോടുകൂടി മകനെ വിടുകയാണ്. അപ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ട് വിചാരിക്കുകയാണ്, ഇതാണ് നമ്മുടെ അവസാനത്തെ കളി, ഇയാളെ കൊല്ലുക. പിന്നീട് ഈ തോട്ടത്തിന് മീതെ ഒരു ബാധ്യത ഉണ്ടാവുകയില്ല. അങ്ങനെ വളരെ നിഷ്ഠൂരമായിട്ട് ഈ മകനെയും കൊല്ലുന്നു. ഈ കഥ പെട്ടെന്ന് അവസാനിപ്പിച്ചിട്ട് ക്രിസ്തു തൻ്റെ കേൾവിക്കാരോട് ചോദിക്കുകയാണ്, അങ്ങനെയെങ്കിൽ ആ യജമാനൻ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? സ്വാഭാവികമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ചങ്കിൽ വരുന്ന ഉത്തരം തന്നെ ആയിരിക്കണം അവൻ്റെ കേൾവിക്കാരൻ്റെയും ചങ്കിൽ വന്നിട്ടുണ്ടാവുക. ചങ്കിലൂടെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും നന്നായിട്ട് വായിക്കാൻ അറിയാവുന്ന ആളുടെ പേര് നസ്രത്തുൽ യേശുവ. അവരുള്ളിലൂടെ കടന്നുപോയ ഉത്തരങ്ങൾ എല്ലാവർക്കും വേണ്ടി ക്രിസ്തു ഉറക്കെ പറയുകയാണ്. നിശ്ചയമായിട്ടും ആ യജമാനൻ അധർമ്മികളായ ആ പാട്ടക്കാരിൽ നിന്ന് ആ തോട്ടം തിരികെ പിടിച്ചിട്ട് അവരെ എന്നേക്കുമായിട്ട് ഉന്മൂലനം ചെയ്തിട്ട് അർഹതയുള്ള മനുഷ്യരെ കണ്ടെത്തി ആ തോട്ടം ഏൽപ്പിക്കും. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ഭവനത്തിൻ്റെ മൂലക്കല്ലാകാൻ പോകുന്നത് ഇങ്ങനെയാണ്.
എന്ന് തിരുവചനങ്ങൾ പൂർത്തിയാകാൻ പോകുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ക്രിസ്തു ഈ കഥ സംഗ്രഹിക്കുന്നു. ഇത് നേരത്തെ സൂചിപ്പിച്ച കണക്ക് വളരെ അപകടം പിടിച്ച കഥയാണ്. ഇതിനകത്ത് ഒരു 3ഓളം റെവലേഷൻ നടക്കുന്നുണ്ട്, 3ഓളം വെളിപ്പെടുത്തൽ നടക്കുന്നുണ്ട്. ഒന്ന്, ഈ കഥയിലൂടെ വെളിപ്പെടുന്ന ഒരു ദൈവസങ്കല്പമുണ്ട്. അത് വേണമെങ്കിൽ ഒരു 3 തലങ്ങളായിട്ട് നമുക്ക് കാണാവുന്നേ ഉള്ളൂ. ഒന്ന്, ദൈവം മാനവരാശിയുടെ മീതെ അർപ്പിക്കുന്ന വിശ്വാസം. നമ്മൾ കോടാനുകോടി 700 കോടി മനുഷ്യരും കൂടി പറയുകയാണ് തങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു പറഞ്ഞാൽ അതെല്ലാം കൂടി കൂട്ടിച്ചേർത്താൽ പോലും ദൈവം നമ്മൾ ഓരോരുത്തരും നൽകുന്ന വിശ്വാസത്തിന് പകരമാവുന്നില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നൊക്കെ നമ്മൾ കരുതുമ്പോൾ നമ്മൾ ഓർമ്മിച്ചു കൊള്ളണം, ദൈവം മനുഷ്യർ അർപ്പിച്ച വിശ്വാസങ്ങളുടെ 10,000-ലൊന്നോ കോടിയിലൊന്നോ ഒക്കെ ഒരു ഫ്രാക്ഷൻ പോലും ആവുന്നില്ലത്. മാനവരാശിയുടെ മീതെ ദൈവത്തിന് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഈ തോട്ടം ഈ പാട്ടക്കാരെ ഏൽപ്പിച്ചിട്ട് അത് നോക്കാതെയും അതിന് മീതെ യാതൊരുവിധ നടത്തിപ്പുകളും ഇല്ലാതെ ദൈവം പതുക്കെ ചരിത്രത്തിൽ നിന്ന് മാറി നിൽക്കുന്നത്. അത്രമാത്രം ഈ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഈ തോട്ടം ഏൽപ്പിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ തോട്ടത്തിൻ്റെ റെഫറൻസ് പോകുന്നത് ഏദൻ തോട്ടത്തിലേക്കാണ്. അവിടെ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്, ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ പഴം ഭക്ഷിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ആ തോട്ടത്തിൽ ദൈവം മാറി നിൽക്കുകയാണ്. അപ്പോൾ മാനവരാശിയുടെ മീതെയുള്ള ദൈവവിശ്വാസം അതായിരിക്കും ശരിക്കുള്ള ദൈവവിശ്വാസം, ദൈവത്തിൻ്റെ വിശ്വാസം എന്ന് തോന്നുന്നു. പിന്നെ പ്രത്യാശയാണ്. ഓരോ പ്രാവശ്യവും തൻ്റെ ശ്രമങ്ങൾ പാഴായി പോകുമ്പോൾ അയാൾ മനസ്സും എടുക്കുന്നില്ല. ഒരു പ്രവാചകൻ കൊല്ലപ്പെടുമ്പോൾ വേറൊരു പ്രവാചകൻ. നമുക്ക് തന്നെ അറിയാം, ആ യഹൂദരുടെ ചരിത്രം എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ പ്രവാചകരുടെ പരമ്പരയാണ്. ക്രിസ്തു തന്നെ പറയുന്ന കണക്ക് വയലിൽ കൊല്ലപ്പെട്ട ആബേൽ തൊട്ട് ബലിപീഠത്തിൽ കൊല്ലപ്പെട്ട ആ പ്രവാചകൻ വരെ എന്തുമാത്രം പേരുടെ ഒരു ശ്രേണിയാണ് വാസ്തവത്തിൽ ആ യഹൂദ പാരമ്പര്യം എന്ന് പറയുന്നത്. ഒരാൾ കൊല്ലപ്പെടുമ്പോൾ അടുത്താൾ രംഗത്തേക്ക് വരികയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം സുവിശേഷം ആരംഭിക്കുന്ന പോലും അങ്ങനെയാണല്ലോ. യോഹന്നാൻ തടവിലാണെന്ന് അറിഞ്ഞിട്ട് ക്രിസ്തു വന്നു. അപ്പോൾ ഒന്നിൽ നിന്ന് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വരികയാണ്. പിന്നെയും ഒരാൾ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നുണ്ട്. ഓരോ പ്രാവശ്യം നിങ്ങളുടെ ഹൃദയം കഠിനമാക്കുമ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ എവിടെയോ നിങ്ങൾ സൗമ്യമായൊരു പ്രതലം സൂക്ഷിക്കുക എന്നുള്ള സങ്കല്പത്തിൽ പുതിയൊരാൾ പറയുക, ഇതുകൂടി ഒന്ന് കേട്ട് നോക്കുക. എന്നിട്ടോ ആ ഊഴവും എന്ത് ചെയ്യുന്നുണ്ട്, തീരെ ഫലമണിയാതെ പോകുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ട ഒരു കാവ്യനീതിയുണ്ട്. നമ്മൾ ദൈവത്തെക്കുറിച്ച് വലിയ കരുണയെക്കുറിച്ച് പറയുമ്പോൾ പോലും ഒരു കാര്യം കൂടി ഓർമ്മിക്കേണ്ടത് നല്ലതാണ്. നീതിബോധം എന്ന് പറഞ്ഞൊരു പ്രക്രിയ കൂടി നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ്. ബൈബിൾ വെച്ച് നീട്ടുന്ന വലിയ മൂല്യം എന്ന് പറയുന്ന നീതിബോധം, റൈറ്റസ്നെസ് എന്ന് പറയുന്നൊരു ഇതാണ്, ധർമ്മം എന്ന് പറയുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഒരു ദൈവത്തിൻ്റെ ധർമ്മനിഷ്ഠം എന്ന് പറയുന്ന ചില ഒരു സങ്കല്പം കൂടി നിശ്ചയമായിട്ടും ബൈബിൾ വെച്ച് നീട്ടുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണല്ലോ അവസാന വിധിയിലൊക്കെ ദൈവം പറയുന്നൊരു വാക്കുണ്ടല്ലോ, അനീതി പ്രവർത്തിക്കുന്നതിൽ നകന്നു പോകാൻ. കാരണം അനീതിയും ഈ നീതിബോധമുള്ള ദൈവം തമ്മിൽ ഒരിക്കലും ഒത്തുപോവുകയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തുമാത്രം കരുണയെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും ഈ കരുണയ്ക്ക് എന്തെങ്കിലും ഒരു അവസാനം ഉണ്ടാവുമോ? ഉണ്ടാകരുത് നമ്മുടെ പ്രാർത്ഥന. പക്ഷെ അങ്ങനെയല്ല ക്രിസ്തു പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. എല്ലായിടത്തും ക്രിസ്തു പറയുന്നുണ്ട് ഒടുവിൽ കൃത്യമായിട്ടുള്ള ഒരു വിധി നിർണ്ണയം ഉണ്ടാകും. എന്തുമാത്രം ഉപമയുള്ള ക്രിസ്തു അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്, ആടുകളെല്ലാം കൂടി ഒരുമിച്ച് ശേഖരിക്കും, എന്നിട്ട് കോലാടുകളെയും ചെമ്മരാടുകളെയും വേർതിരിക്കും. അപ്പോൾ ഒരു വേർതിരിവെന്ന് പറയുന്നൊരു പ്രക്രിയ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ കടലിൽ വലയെറിയാൻ പോയ മുക്കുവൻ്റെ കഥ പറയുന്നുണ്ട്. എല്ലാത്തരം മത്സ്യങ്ങളെ അയാൾ വലയിലേക്ക് ശേഖരിക്കുന്നുണ്ട്. അതിനുശേഷം അന്തിയിലാകുമ്പോൾ ഈ നല്ലതും ചീത്തയുമായ മത്സ്യങ്ങളെ അയാൾ വേർതിരിക്കും. അല്ലെങ്കിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്, മാനവരാശി ഇങ്ങനെ ഇടതും വലതുമായിട്ട് ഒടുവിൽ വേർതിരിക്കപ്പെടും. അതുമല്ലെങ്കിൽ കൃഷിക്കാരൻ പാടത്ത് സകലമാന കൊയ്ത്തെന്ന് കരുതിയ കാര്യങ്ങളെല്ലാം കൂടി ചേർത്തെടുത്തിട്ട് അന്ത്യയാകുമ്പോൾ ഇങ്ങനെ അതിനെ കാറ്റത്ത് വെച്ച് പാറ്റി കതിരിനെയും പതിരിനെയും വേർതിരിക്കും. അപ്പോൾ അൾട്ടിമേറ്റായിട്ട് വിധിക്കപ്പെടുന്ന നിർണ്ണയിക്കപ്പെടുന്ന മുഹൂർത്തമുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ദൈവത്തിൻ്റെ കരുണയെന്ന് പറയുന്ന സങ്കല്പം എല്ലാവരെയും സഹായിക്കുമോ? അറിയില്ല. അപ്പോൾ ഒന്നതാ ആ ദൈവവുമായി ബന്ധപ്പെട്ട ചില സങ്കല്പങ്ങൾ. രണ്ട്, അത് എന്നെക്കുറിച്ച് പറയുന്നത് എന്തൊക്കെയാണ്, എന്നെക്കുറിച്ചും എൻ്റെ ജീവിതത്തെക്കുറിച്ചും ഈ കഥയ്ക്ക് എന്തോ പറയാനുണ്ട്. ഒന്ന്, യു ആർ ദ മോസ്റ്റ് പ്രിവിലേജ്ഡ് മാൻ. ഈ പ്രപഞ്ചത്തിലേക്ക് വെച്ച് ഏറ്റവും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു സ്പീഷീസിൻ്റെ പേരാണ് മനുഷ്യൻ പറയുക. എല്ലാത്തിനും മീതെയായിട്ട് അവൻ ഇച്ഛാശക്തി നൽകിയിട്ടുണ്ട്, മേധാശക്തി നൽകിയിട്ടുണ്ട്, ചിന്തിക്കാനുള്ള ഒരു ശ്രദ്ധ നൽകിയിട്ടുണ്ട്, ഇങ്ങനെ ഉള്ളിൽ നനവ് കൊണ്ട് നടക്കാനായിട്ട് ഹൃദയം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണക്ക് മനുഷ്യനെ കണക്ക് പ്രിവിലേജ്ഡ് ആയിട്ടുള്ളൊരു വംശം ഈ ഭൂതലത്തിലില്ല. അതുകൊണ്ടാണ് നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്, വേലി കെട്ടി ചക്കു സ്ഥാപിച്ച വീക്ഷാഗോപുരങ്ങളുള്ള അയാളുടെ ജീവിതം എല്ലാം അയാൾക്ക് വേണ്ടി ക്രമപ്പെടുത്തിയിട്ടുണ്ട്. വലിയ എന്തുമാത്രം പ്രവാചകന്മാരും ഗുരുക്കന്മാരും ഈ മാനവരാശിയെ സന്ദർശിച്ച് പോയിട്ടുണ്ട്. അവരൊക്കെ എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് നന്നായിട്ട് പറഞ്ഞു തന്നിട്ടില്ലേ? ഇത്രയും കൃത്യമായിട്ട് ധാരണകളും ഇത്രയും കൃത്യമായിട്ട് സാധ്യതകളും ഉണ്ടായിട്ടുള്ള ആ വലിയ തോട്ടത്തിൻ്റെ പേരാണ്, ആ വലിയ പ്രിവിലേജ്ഡായ തോട്ടത്തിൻ്റെ പേരാണ് മാനവ ജീവിതം എന്ന് പറയുന്നത്. പുതിയ നിയമത്തിലെ ക്രിസ്തു പറയുന്ന വേറൊരു വാക്കുകൂടി ഇതുമായിട്ട് ഉപയോഗിക്കുന്നതല്ലതാ. ക്രിസ്തു ഒരിക്കൽ പറയുന്നുണ്ട്, നിങ്ങൾ മുന്തിരിത്തോട്ടത്തിൽ നട്ട അത്തി എന്ന് പറഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും വളരാവുന്നൊരു ജീവിതമാണ്. നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വൃക്ഷത്തിൻ്റെ പേരാണ് അത്തി എന്ന് പറയുന്നത്. ഇപ്പോൾ നഴ്സറിലൊക്കെ ഒത്തിരി അത്തിത്തൈകൾ വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വല്ലപ്പോഴും ഇത്തിരി വെള്ളം ഒഴിച്ചാൽ മതി,
അതിങ്ങനെ കാട്ടുമാവ് വളരുന്ന കണക്കോ നാട്ടുമാവ് വളരുന്ന കണക്കോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വളർന്നിരിക്കും. പക്ഷേ മുന്തിരി എന്ന് പറയുന്നത് വളരെ പരിചരണം ആവശ്യമുള്ള ഒന്നാണ്. ഒരു ഇത്തിരി നേരത്തെ ശ്രദ്ധ ഒന്ന് പാളിക്കഴിഞ്ഞാൽ പിന്നെ ആ കൃഷി മുമ്പോട്ട് പോവുകയില്ല. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും വളരാമായിരുന്ന മാനവരാശിയെ ദൈവം കൊണ്ടുപോയി നട്ടിരിക്കുന്നത് ഇങ്ങനെ വലിയൊരു മുന്തിരിത്തോപ്പിലേക്കാണ്. അപ്പോൾ ഒന്നതാണ് ആ ദൈവം നിങ്ങൾക്ക് നൽകുന്ന പ്രിവിലേജ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് എവറി പ്രിവിലേജ് പ്രീസപ്പോസസ് എ റെസ്പോൺസിബിലിറ്റി. എവിടൊക്കെ മനുഷ്യന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രിവിലേജ് ലഭിച്ചിട്ടുണ്ടോ അതുമായിട്ട് ബന്ധപ്പെട്ട് അയാൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോൾ വലിയ പ്രാമുഖ്യങ്ങൾ ലഭിക്കുന്നവർക്ക് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുകൊണ്ടാണ് ബൈബിള് വളരെ കൃത്യമായിട്ട് പറയും, കൂടുതൽ നൽകപ്പെട്ടവരിൽ നിന്ന് കൂടുതൽ ആശിക്കപ്പെടുന്നുണ്ട്. ചെറിയ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഇടറിപ്പോകുന്നതിനകത്ത് എന്താ കുഴപ്പം? നമുക്കറിയാം, നടക്കാൻ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ വീഴുന്ന കണക്കാം. ചെറിയ കുഞ്ഞുങ്ങൾ നടക്കാൻ പഠിക്കുമ്പോൾ വീണതിൻ്റെ പേരിൽ ഇന്നോളം നമുക്ക് ആർക്കും ഉള്ളിലൊരു ഭാരം തോന്നിയിട്ടില്ല. പക്ഷേ മുതിർന്ന ഒരാൾ വീണ് തുടങ്ങുമ്പോൾ നമുക്കറിയാം ഇത് വളരെ അപകടകരമായൊരു സൂചനയാണ്. കൂടുതൽ നൽകപ്പെട്ടവരിൽ നിന്ന് കൂടുതൽ ആശിക്കപ്പെടുന്നുള്ളതാണ് രണ്ടാമത്തെ പാഠം. മൂന്നാമതായിട്ട് മാനവരാശി കൊണ്ടാടുന്ന ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒന്നിൻ്റെ മേരെയും കൃത്യമായ ചാട്യങ്ങളൊന്നുമില്ല ദൈവത്തിന്. വളരെ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിക്കാനായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരാളുടെ പേരാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ സ്വാതന്ത്ര്യം അയാൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുക? ഇത് എന്നും നിയമാവർത്തനത്തിൻ്റെ ആ പുസ്തകത്തിലെ വരികൾ ചങ്കിക്കൊണ്ട് നടക്കുന്ന നല്ലതാണ്. നിൻ്റെ മുമ്പിൽ എപ്പോഴും ജീവനും മരണവും വെച്ചിട്ടുണ്ട്. അപ്പോൾ അൾട്ടിമേറ്റായിട്ട് എന്ത് ജീവനിലേക്ക് നയിക്കണമെന്നും എന്ത് മരണത്തിലേക്ക് നയിക്കണമെന്നുള്ള അറിവ് നൽകിയതിന് ശേഷം ദൈവം പതുക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പിൻവാങ്ങിയ നിൻ്റെ മുമ്പിൽ ആ ജീവനും മരണവും വെച്ചിട്ടുണ്ട്. നമ്മളാണ് നിശ്ചയിക്കേണ്ടത് നമ്മുടെ ജീവനും മരണത്തെക്കുറിച്ചും. ഓരോ സെക്കൻഡിലും ഇങ്ങനെ പൂർത്തിയാകുന്ന തിരുവചനമാണെന്ന് ഞാൻ വിചാരിക്കുക. ഞാൻ ചിലപ്പോൾ ഓർമ്മിക്കാറുണ്ട്, ഒരു ബുഫേ ടേബിളിന് മുമ്പിൽ ഭക്ഷിക്കാൻ നിൽക്കുമ്പോൾ പോലും ജീവനും മരണവും വെച്ചിട്ടുണ്ട്. രസനകൾക്ക് രുചികരമെന്ന് കരുതുന്ന പല ഭക്ഷണങ്ങളും വാസ്തവത്തിൽ എൻ്റെ ജീവനെ സഹായിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു ചങ്ങാതിക്കൂട്ടത്തിന് മധ്യം നിൽക്കുമ്പോൾ പോലും ജീവനും മരണവുമുണ്ട്. എല്ലാ ചങ്ങാതിമാരും നിനക്ക് ഉചിതമല്ല. ആ പഴയ കഥ ഇങ്ങനെ മനുഷ്യരുടത്തോളം കാലം ആവർത്തിക്കപ്പെടും. കയ്യിലിങ്ങനെ ഒരു ചെറിയ കിളിക്കുഞ്ഞുമായിട്ട് ഒരു കുഞ്ഞ് ഗുരുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, ഈ കിളി ചത്തതാണോ ജീവിച്ചതാണോ? ഗുരുവിനറിയാം അവൻ്റെ കുസൃതിയുടെ ആ ഒരു സാധ്യത. ഇത് ചത്തതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഈ കയ്യിൽ ജീവനുള്ള കിളിയെ അങ്ങനെ പറത്തി വിടും. ഇത് ജീവനുള്ളതെന്ന് പറയുമ്പോൾ അവൻ പതുക്കെ അങ്ങോട്ട് ഞെക്കി അതിനെ കൊല്ലും. അപ്പോൾ ഗുരു പറഞ്ഞു, നിൻ്റെ കയ്യിലെ കിളിയെ നിശ്ചയിക്കേണ്ട ഞാനല്ല, മറിച്ച് നീയാ നിശ്ചയിക്കണം. നിൻ്റെ കയ്യിലെ കിളി ചത്തതാണ് ജീവനാണുള്ളത്. അപ്പോൾ മനുഷ്യൻ്റെ കയ്യിൽ നിശ്ചയമായിട്ട് അവൻ്റെ കിളി കൊടുത്തിട്ടുണ്ട്. നാലാമതായിട്ട് എന്താ ഈ പാപം എന്നുള്ളതിൻ്റെ കൃത്യമായ നിർവചനം നമുക്ക് ഈ ചെറിയ കഥക്കകത്ത് കിട്ടുന്ന, ഈ അപകടം പിടിച്ച കഥക്കകത്ത് കിട്ടുന്ന എന്താണത്? കോൺഷ്യസ് വയലേഷൻ ഇസ് സിൻ. ഒരാളുടെ ബോധപൂർവമുള്ള ചില തീരുമാനങ്ങളുടെ പേരാണ്, ബോധമുള്ള വയലേഷൻ്റെ പേരാണ് പാപം എന്ന് പറയുക. അജ്ഞതയിൽ സംഭവിക്കുന്ന ഇടർച്ചകളുണ്ടാകും ഭൂമിയിൽ, ഏതൊരാളുടെ ജീവിതത്തിലുണ്ടാകും അജ്ഞതയിൽ സംഭവിച്ച ഇടർച്ചകളൊക്കെ. അതിനകത്തൊക്കെ കൃത്യമായ നീതീകരണമുണ്ട്. അതുകൊണ്ടൊക്കെയാണല്ലോ ക്രിസ്തു ഇങ്ങനെ ലൂക്കാട് സുവിശേഷം 15-ാം അധ്യായത്തിൽ കളഞ്ഞുപോയ ആടിൻ്റെ കഥയൊക്കെ പറയുന്നത് വാസ്തവത്തിൽ മാനവരാശി അജ്ഞതയിൽ സംഭവിച്ചു പോകുന്ന ഇടർച്ചയുമായി ബന്ധപ്പെട്ട സൂചനകളാണ്. അപ്പോൾ എല്ലാവരും ജീവിതത്തിലുണ്ടാകും ഈ അജ്ഞതയുമായി ബന്ധപ്പെട്ടൊരു കാലം. അതിങ്ങനെ പ്രായം എന്ന് പറഞ്ഞ ഘടകമൊന്നുമല്ല, ഏത് പ്രായത്തിലുണ്ടാകും അത്തരം അജ്ഞതകളൊക്കെ. പക്ഷേ കുറേ കൂടി പ്രകാശത്തിലോട്ട് വന്നു കഴിയുമ്പോഴേക്കും ഒരാൾ ബോധപൂർവം എടുക്കുന്ന ചില മറുതലകളുണ്ട്. അതിനെ വിളിക്കുന്ന വാക്കാണെന്ത്? ഈ പാപം എന്ന് പറഞ്ഞാൽ കോൺഷ്യസ് വയലേഷൻ ഇസ് സിൻ. അപ്പം അതിനകത്ത് ഒരാളുടെ ഇച്ഛാശക്തി എന്ന് പറഞ്ഞ ഘടകം വളരെ പ്രധാനപ്പെട്ടതാണ്. അയാളുടെ മീത് ഇച്ഛാശക്തി ഇല്ലാത്തിടത്തോളം കാലം ആ പാപം എന്ന് പറയുന്നൊരു ഘടകം അയാളിൽ കൃത്യമായിട്ട് നിർവചിക്കപ്പെടേണ്ടതാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഇങ്ങനെ മനുഷ്യനുമായി ബന്ധപ്പെട്ട ഒരു 4ഓളം സൂചനകൾ. ഒന്ന്, അവൻ അനുഭവിക്കുന്ന പ്രിവിലേജ്. 2, അവൻ ആ പ്രിവിലേജ് കൊണ്ട് തന്നെ അവന് വരുന്ന ഉത്തരവാദിത്വം. എപ്പോഴും ഓർമ്മിക്കണം, ഈ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ, ഈ തോട്ടത്തിന് മീതുള്ള ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ ഭൂമിയിലുള്ള എല്ലാം തോട്ടങ്ങൾ തന്നെ. ഒരു ദാമ്പത്യം തോട്ടമല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ അധ്യാപനം ക്ലാസ് മുറി തോട്ടമല്ലേ? നിങ്ങളൊരു മീൻ കച്ചവടക്കാരനാണെങ്കിൽ ആ ചന്തയെന്ന് പറയുന്ന, നിങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്ന ആ തെരുവെന്ന് പറയുന്ന ഒരു തോട്ടമല്ലേ? മനുഷ്യൻ്റെ മീതുള്ള മനുഷ്യൻ്റെ ഏൽപ്പിച്ചുള്ള തോട്ടങ്ങളാണ് ഇതൊക്കെ വാസ്തവത്തിൽ. അപ്പോൾ ആകെപ്പാട് നമുക്ക് ഈ കെയർ ടേക്കർ എന്ന് പറയുന്ന ഒരു റോള് മാത്രമേ ഉള്ളൂ. പലപ്പോഴും നമ്മളിങ്ങനെ വല്ലാതെ ഭാരപ്പെടുന്നതും വല്ലാതെ ഇങ്ങനെ ആകുലപ്പെടുന്നതും ഒക്കെ ഈ നമ്മുടേതാണെന്ന് നിങ്ങൾ വല്ലാതെ കരുതുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ നിങ്ങൾ ഏൽപ്പിച്ചുള്ള തോട്ടത്തിന് മീതെ നിങ്ങൾ എന്ത് ചെയ്തു? മക്കളെന്ന് പറഞ്ഞ തോട്ടം, ദാമ്പത്യം എന്ന് പറയുന്ന തോട്ടം, പ്രണയം എന്ന് പറഞ്ഞ തോട്ടം, വ്യാപാരം എന്ന് പറഞ്ഞ തോട്ടം, അധ്യാപനം എന്ന് പറയുന്ന തോട്ടം. അപ്പോൾ ഈ തോട്ടങ്ങൾക്ക് മീതെയൊക്കെ ആയിട്ട് ഓരോരുത്തർ എന്ത് ചെയ്യുന്നുള്ളതാണ് അതിൻ്റെ രണ്ടാമത്തെ സൂചന. മൂന്നാമതായിട്ട് ഈ കൃത്യമായ എന്ത് ചെയ്യുന്നുണ്ട്? ഒരാളുടെ മുമ്പിൽ ഉള്ള സ്വാതന്ത്ര്യം എപ്പോഴും നന്മയും തിന്മയും വെച്ചിട്ടുണ്ട്. അവസാനമായിട്ട് ഇതിൻ്റെ അകത്തൊക്കെ നിങ്ങൾക്ക് പ്രകാശമില്ലാതെ പോകുമ്പോൾ നിങ്ങൾ ബോധപൂർവ്വം ചില കാര്യങ്ങൾക്കകത്തുനിന്ന് നിങ്ങളെ തന്നെ ഇങ്ങനെ പുറത്തേക്ക് നടക്കാനായിട്ട് പ്രേരിപ്പിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന വാക്കാ പാപം. അതുകൊണ്ടൊക്കെയാണ് ജൂഡസിൻ്റെ പാപം എന്നൊക്കെ പറയുന്നത്. അത് കണ്ട കൃത്യമായിട്ട് ക്രിസ്തു അവന് ധാരണ കൊടുക്കുന്നുണ്ട്. ക്രിസ്തു അവനോട് പറയുകയാണ്, ഈ എന്നോടൊപ്പം ഭക്ഷണത്തിനിരിക്കുന്ന ഒരാൾ എനിക്കെതിരായിട്ട് ഹൃദയം കഠിനമാക്കും. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, അത് ഞാനാണോ?
ബാക്കിയുള്ളവരൊക്കെ ചോദിക്കുന്നത് നല്ല ഉറപ്പില്ല. പക്ഷേ ഈ മനുഷ്യൻ അത് ചോദിക്കുമ്പോൾ എന്തായിരിക്കും അർത്ഥം? അത് ഞാനാണോ? ഇപ്പോൾ ക്രിസ്തു വളരെ കൃത്യമായിട്ട് അവനോട് പറയുന്നുണ്ട്, നീ ഇത് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത്രയും ഡയറക്റ്റായിട്ട് ഒരാൾക്ക് അറിവ് ലഭിച്ചിട്ട്, ഇത്രയും ഡയറക്റ്റായിട്ട് ഒരാൾക്ക് പ്രകാശം ലഭിച്ചിട്ട്, എന്നിട്ട് നമ്മൾ വായിച്ച് കേൾക്കുന്നു അയാൾ ഇരുട്ടിലേക്ക് നടന്നുപോയി. എന്തുകൊണ്ട് ഇങ്ങനെയെന്നൊക്കെ പറയാനായിട്ട് മാത്രം ആ ബുദ്ധിയ പ്രകാശം നമുക്കില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് ഭൂമിയിൽ. അപ്പം അവസാനമായിട്ട് ക്രിസ്തു തന്നെ വെളിപ്പെടുത്തുന്ന ഒരു ഭാഗം കൂടിയായത്. എന്താണ് അതിൻ്റെ സൂചന? തനിക്ക് മുമ്പേ വന്നവരൊക്കെ ദാസന്മാരാണെന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു പ്രോഫറ്റ്, ഏതൊരു എൻലൈറ്റൻഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും തനിക്ക് മുമ്പേ വന്നിട്ടുണ്ടെങ്കിൽ അത് നിശ്ചയമായിട്ടും തനിക്ക് മുമ്പേ വന്ന പ്രവാചകന്മാരുടെ ഗണത്തിലൊക്കെ ആയിട്ടാണ് ഈ കഥയിൽ ക്രിസ്തു പരാമർശിക്കുക. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? മകൻ എത്തിയിരിക്കുക, അവനെ കേൾക്കുക, കേൾക്കാതിരിക്കുക എന്ന് പറയുന്ന ധർമ്മമുണ്ട്. അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് യോഹന്നാൻ പറയും, പുത്രനെ നിങ്ങൾ സ്വീകരിക്കുന്നോ ഇല്ല എന്നുള്ളതായിരിക്കും നിങ്ങളുടെ വിധിയെ നിർണ്ണയിക്കാൻ പോകുന്ന ഘടകം. അപ്പോൾ ക്രിസ്തുവിനെ ഗുരുവായിട്ട് തിരിച്ചറിയുമ്പോഴും, ക്രിസ്തുവിനെ പ്രകാശം നിറഞ്ഞൊരു മനുഷ്യനായിട്ട് തിരിച്ചറിയുമ്പോഴും, സാമൂഹ്യ തലത്തിലുണ്ടാക്കിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ പോലും ഇതിനകത്ത് ആഴമായൊരു വിശ്വാസത്തിൻ്റെ ഒരു പ്രതലം കൂടി കിടപ്പുണ്ട്. അയാൾ നിനക്ക് ആരായിട്ടാണ് അനുഭവപ്പെടുന്നത്? പ്രവാചക പരമ്പരകളുടെ അവസാനത്തെ കണ്ണിയോ, അതോ ഈ പരമചൈതന്യവുമായി ബന്ധപ്പെട്ട് കാലാതീതമായിട്ട് നിലനിന്ന ഒരാളോ, ആദിയിലെ പാർശ്വത്തിലിരുന്ന ഒരാളോ? പിന്നെ എന്താണ് തനിക്ക് സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ചും കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം അവസാനിക്കുന്നത്. കൃത്യമായിട്ട് ക്രിസ്തു പറയുന്നുണ്ട്, മകനെയും അവർ കൊല്ലും. ഏതാനും നാളുകൾക്ക് ശേഷം, ഒരുപക്ഷെ ഏതാനും മാസങ്ങൾക്ക് ശേഷം തനിക്ക് സംഭവിക്കാൻ പോകുന്ന വിധിയെക്കുറിച്ച് നല്ല ധാരണ ക്രിസ്തു ലഭിക്കുക. അപ്പോൾ എന്താണ് തനിക്ക് നടക്കാൻ പോകുന്നത്, എന്താണ് തനിക്ക് സംഭവിക്കാൻ പോകുന്ന ക്രിസ്തു നല്ല ധാരണയുണ്ട്. വിപൽക്കരമായ ഒരു ജീവിതമാണ് തനിക്കുള്ളതെന്ന് എപ്പോഴും ക്രിസ്തു കരുതിയിട്ടുണ്ട്. ആ വിപൽക്കരമായ ജീവിതത്തിലേക്കുള്ള തൻ്റെ തന്നെ ആഭിമുഖ്യങ്ങളെ പറഞ്ഞുകൊണ്ട് തനിക്ക് എന്താ സംഭവിക്കുന്നത് വെളിപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തു ഈ കഥ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ക്രിസ്തു വെച്ച് നീട്ടുന്ന വിപൽക്കരമായ ജീവിതത്തോട് ഏതെങ്കിലും തരത്തിൽ ആഭിമുഖ്യമുള്ളവരാണോ നമ്മൾ? ഇന്ന് കുരിശെന്നൊക്കെ പറയുന്നത് ആരും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിപൽക്കരമായ ജീവിതത്തിൻ്റെ അടയാളമൊന്നുമല്ല. ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അത് വിപൽക്കരമായ അടയാളമായിരുന്നു. നമ്മുടെ നെഞ്ചിലെ തണുപ്പിലും പള്ളിയുടെ മുഖപ്പിലുമൊക്കെ ഉള്ള കുരിശ് ഇപ്പോൾ അതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വിപൽക്കരമായ ജീവിതത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ക്രിസ്തു തന്നെ വെളിപ്പെടുത്താനായിട്ട്, തൻ്റെ കേൾവിക്കാരുടെ മനോഭാവങ്ങളെ പ്രകാശിപ്പിക്കാനായിട്ട്, ആ പരാശക്തിയെക്കുറിച്ചുള്ള, ആ മാനവരാശിയുടെ മീതെയുള്ള പരാശക്തി ഇടപെടലിനെക്കുറിച്ച് പറയാനൊക്കെ ആയിട്ട് പറഞ്ഞ് വളരെ അപകടം പിടിച്ച, എന്നാൽ ഏതൊരു അപകടം പിടിച്ച കഥയ്ക്കകത്തും ഇങ്ങനെ അഗാധമായ സ്നേഹമുണ്ട്. വലിയ സ്നേഹമുള്ള ആ കഥ ഒരുപക്ഷെ ഈ നോമ്പുകാലത്ത് നല്ലൊരു ധ്യാന വിചാരമായിരിക്കാം. ക്രിസ്തു കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്, ഇടർച്ചക്കല്ല് എന്ന് കരുതിയത് ഒടുവിൽ മൂലക്കല്ലായിട്ട് മാറും. ഒരുപക്ഷെ തൻ്റെ കാലത്ത് പണിക്കാർ തള്ളിക്കളഞ്ഞ ഒരു കല്ലായിട്ട് ക്രിസ്തു തന്നെ വിശേഷിപ്പിക്കുക. ഒരു പണിക്കാരനും അവിടത്തേക്ക് ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇന്ന് നമുക്കറിയാം, മാനവരാശി അതിൻ്റെ പല കാര്യങ്ങളും പണിതുയർത്തുന്നത് ഒരിക്കലും ഈ മാനവരാശി തന്നെ തള്ളിക്കളഞ്ഞ ആ കല്ലിനകത്തുനിന്ന്. കഥയിലും കവിതയിലുമൊക്കെ ഓരോ ദിവസവും മനുഷ്യ ഓരോ കാര്യങ്ങൾ പണിതുയർത്തുന്നത് ഈ കല്ലിലാണെന്നൊരു ഓർമ്മിക്കുന്നത് നല്ലതാണ്. സംസ്കാരത്തിലും ചരിത്രത്തിലുമൊക്കെ ഈ കല്ല് വളരെ പ്രധാനപ്പെട്ടതായിട്ട് മാറുന്നുണ്ട്. പലപ്പോഴും ചുറ്റുപാടും നോക്കുമ്പോഴും നമ്മൾ പലപ്പോഴും കണ്ടെത്താൻ പോകുന്ന ഒരു ജീവിതത്തിൻ്റെ മർമ്മമായത്. പണിക്കാർ കളഞ്ഞ കല്ലുകൾ തന്നെയാണ് പലപ്പോഴും ഈ ഭവനത്തിൻ്റെയൊക്കെ മൂലക്കല്ലായി മാറുക. ഒരുപക്ഷെ നിങ്ങളുടെ 3 മക്കളിൽ നിങ്ങൾ അവഗണിച്ച, നിങ്ങളുടെ അധ്യാപകർ നിന്നിച്ച, നിങ്ങളുടെ ക്ലാസ് കൂട്ടുകാർ വേണ്ടെന്ന് വെച്ച ഒരു കുഞ്ഞാണോ ഒരുപക്ഷെ വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ വീടിൻ്റെ മൂലക്കല്ലായി മാറുന്നെന്ന് ആരറിഞ്ഞു? ജീവിതം പ്രഭാമയം സന്നിധാനം.